ശബരിമല തിരിച്ചടിയാകുന്നത് അതുപോലെ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പം അതിനകത്ത് എങ്ങനെയാണ് അത് സ്പെസിഫിക് ആയിട്ട് ശബരിമല തിരിച്ചടി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ. ശബരിമല പ്രശ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ഓരോ ഘട്ടത്തിലും അതിന്റെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്ന സ്വർണം അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നിലപാട് തന്നെയാണ്. ആരെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ ആ കുറ്റവാളികൾ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക തന്നെ വേണം. ഇപ്പോൾ SITയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തിൽ കേരള ഹൈക്കോടതി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ നടപടിയിൽ ഒരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ല. ആ അന്വേഷണത്തെ ശക്തിപ്പെടുത്താൻ എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ ആ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഈ പ്രശ്നം തെറ്റായി വ്യാഖ്യാനിച്ച് എന്തോ ഇടതുപക്ഷക്കാരെല്ലാം വിശ്വാസത്തിനെതിരാണെന്നോ ശബരിമലക്കെതിരാണെന്നോ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ പ്രചാരവേലയാണ് നടത്തിയത്. അതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങളുടെ കൈ ശുദ്ധമാണ്. ഇതിനകത്ത് എന്താണോ ഞങ്ങളുടെ നിലപാട് ആ നിലപാടിന് മാറ്റമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശബരിമല പ്രശ്നത്തിൽ, സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ കുറ്റം ചെയ്തവരെ നിയമത്തുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. തുടർന്നും ആ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. ഓരോ നടപടിയും എടുത്തു വരുന്ന സന്ദർഭങ്ങളിൽ അത് ബന്ധപ്പെട്ടവർക്കെല്ലാം ബോധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, തന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ. വിശദാംശങ്ങൾ വിവരിച്ച് നമ്മൾ ഒരാളെ രക്ഷിക്കാനുമില്ല. വിശദാംശങ്ങൾ വരുന്ന സമയത്ത് എന്താണ് നിലപാട്. ഇപ്പം ഇനി ഇതിൽ ബന്ധപ്പെടുത്താവുന്ന തെറ്റുകാർ ആരൊക്കെ ഉണ്ടോ, ഒരാളെ അറസ്റ്റ് ചെയ്തു തൽക്കാലം കസ്റ്റഡിയിൽ വെച്ച് എന്നുള്ളത് കൊണ്ട് മാത്രം കുറ്റവാളിയാവുന്നില്ല. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. അത് ഈ അന്വേഷണ നടപടികളിലൂടെ, ഇവിടെ കുറെ പേരെ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ അന്വേഷണ നടപടികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. പുറത്തു വരുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് അത് സംബന്ധിച്ച് അപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. എന്താ അത് അയാളോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല. അതൊന്നും പറയാൻ ഇപ്പൊ നമ്മൾ അന്വേഷണ നടപടിയുടെ ഭാഗമായി വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ഞങ്ങളിപ്പം പ്രതീക്ഷിക്കുന്നത്. അത് പുറത്തു വരുന്ന സമയത്ത് അതിനോടുള്ള നിലപാട് ഏതെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ നമ്മളപ്പോൾ പറയാൻ തയ്യാറാണ്. ഈ നടന്ന പ്രചാരവേലയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാനൊരു പ്രതികരണവും നടത്തുന്നില്ല. ഒരുപാട് അതൊക്കെയാണ് കളവ് പ്രചരിപ്പിച്ചെന്ന് പറയുന്നത്. അത്തരം കളവ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം നിങ്ങളാരും ചോദിക്കാത്തെന്താ, ഏറ്റെടുക്കാത്തെന്താ? ഞാൻ പറയാ, ഈ പോറ്റി എന്ത് സുബ്രഹ്മണ്യം പോറ്റിയോ? എന്തെന്ന്? ഉണ്ണികൃഷ്ണൻ പോറ്റി. സുബ്രഹ്മണ്യം പോറ്റി വേറെയാ, സോറി. അതെ, നമുക്ക് ഈ കുറ്റവാളികളെ ഒന്നും നമുക്ക് പേര് അധികം കിട്ടില്ല. കാരണം നമ്മൾ വേറെ റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, കുറ്റവാളികളോടൊപ്പം സഞ്ചരിക്കല്ല. അതുകൊണ്ടാണ് അത് ക്ഷമിക്കുക. അതൊരു തെറ്റ്, ഒരു സ്ലിപ്പ് വന്നതാണ്. സുബ്രഹ്മണ്യം പോറ്റി ഒരു മഹാനായ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ആ പേര് തന്നെ പറയാൻ പാടില്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിന്റെ അടുത്ത് എങ്ങനെ എത്തി? അവർക്കിതിൽ പങ്കുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ടെന്നോ സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹത്തെ എത്തിച്ചതെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയാനുള്ള ഒരു തെളിവോ
അങ്ങനെ പറയാനുള്ള ഒരു യാതൊരു നിലയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഈ കുറ്റവാളിയെ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അവിടെ എത്തിച്ചല്ലോ. അവരെ കൂടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ? അതില് അവർക്കൊന്നും പങ്കില്ല എന്നുള്ളതാണ് കൂടെ പോയ ആളുകൾ പറയുന്നത്. പിന്നെ എങ്ങനെ എത്തി? നമുക്കാർക്കെങ്കിലും അവിടെ എത്താൻ കഴിയും? കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നതാണോ? അതൊക്കെ വിസ്മരിച്ച് കളയുന്നത് എന്തിനാ? അതൊന്നും ചർച്ചയില്ലല്ലോ എവിടെയും. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം ഈ കവർച്ചയിൽ അവർക്കാർക്കെങ്കിലും പങ്കുണ്ട് എന്നുള്ളതല്ല. ഈ കവർച്ചയിൽ പങ്കാളിത്തമുള്ള ഈ കുറ്റവാളികളെ ഇന്ത്യയിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത് എങ്ങനെ എത്തിച്ചു? അതാരെത്തിച്ചു? എത്തിക്കാനുള്ള ഉദ്ദേശം എന്താണ്? ഇതെല്ലാം പരിശോധിക്കേണ്ടതല്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ പറഞ്ഞ് വലിയ പല വൈകൃതങ്ങളും കാണിച്ച് പരിഹസിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് മാറാൻ കഴിയും. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അതിന്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളതെല്ലാം പുറത്തു വരും എന്ന് തന്നെയാണ്. കുറച്ച് സമയം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ യുഡിഎഫ് അവരുടെ പ്രചാരണ മികവ് കൊണ്ട് നേട്ടമുണ്ടാക്കുന്നതാണ്. എൽഡിഎഫിൽ ആ പ്രചാരണം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ്. അല്ല, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഈ കളവ് പറഞ്ഞ് ധരിപ്പിക്കാൻ വേഗം കഴിയും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങളില്ലേ? ഒരു ശരി ചെയ്ത് ജനങ്ങളെ അംഗീകാരം വാങ്ങാൻ കുറച്ച് സമയം എടുത്തുനിന്ന് വരും.